ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ലെറ്റ് എക്സാമിന് വരുന്ന സബ്ജക്ട്സും അതിൻ്റെ വെയിറ്റേജും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ലെറ്റ് എക്സാമിൻ്റെ പാറ്റേൺ അറിയാം. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 120 മാർക്കാണ് ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ 120 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി 8 സബ്ജക്റ്റ് ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. സോ എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ അല്ല വെയിറ്റേജ് വരുന്നത്. സോ ഓരോ സബ്ജക്റ്റും അതിൻ്റെ വെയിറ്റേജും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ടോട്ടലി 8 സബ്ജക്റ്റ് ആണ് വരുന്നത്. ആ 8 സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. സോ 20 മാർക്കാണ് മാത്സിന്റെ വെയിറ്റേജ്. സോ ഔട്ട് ഓഫ് 120 മാർക്സ് എന്ന് പറയുന്നത് മാത്സിന്റെ വെയിറ്റേജ് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. 20 മാർക്ക്. പിന്നെ ഒരു 6 സബ്ജക്റ്റിന്റെ വെയിറ്റേജ് 15 മാർക്കാണ്. അതായത് ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, പ്രോഗ്രാമിംഗ് ഇൻ സി, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻ സി, അതുപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഈ ഒരു 6 സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് 15 മാർക്കാണ്. സോ 6 × 15 90 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, സോ ബേസിക് സിവിൽ 15, ബേസിക് മെക്കാനിക്കൽ 15, ബേസിക് ഇലക്ട്രിക്കൽ 15, ബേസിക് ഇലക്ട്രോണിക്സ് 15 വരുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻ സി 15, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 15. ഓക്കെ, സോ 6 സബ്ജക്റ്റ് എല്ലാവരും 15 വെച്ചിട്ടാണ് വെയിറ്റേജ് വരുന്നത്. ദെൻ ഇംഗ്ലീഷും കൂടെ സിലബസിലുണ്ട്. ഇംഗ്ലീഷിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. സോ 10 മാർക്സ് ഫോർ ഇംഗ്ലീഷ്. അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 120 മാർക്സ്. അതിൽ 6 സബ്ജക്റ്റിന് 15 മാർക്ക് വെച്ചിട്ട് സോ 6 × 15 90 മാർക്സ്. ദെൻ മാത്തമാറ്റിക്സ് 20 മാർക്സ്. സോ 90 + 20 110. ദെൻ 10 മാർക്സ് ഇംഗ്ലീഷ്. സോ 110 + 10 120. അപ്പം അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ 120 മാർക്സിന്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഈ സ്പ്ലിറ്റപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജും അതിന്റെ സിഗ്നിഫിക്കൻസും മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്ട് നിങ്ങൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റുക. സോ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളെ മനസ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.